ഇപ്പോൾ നിങ്ങൾ ചിലപ്പം ചില പരസ്യത്തിലെ കണ്ടിട്ടുണ്ടാവും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഇതുപോലുള്ളൊരു QR കോഡൊക്കെ അവർ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് അവരുമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ കഴിയും. ചിലപ്പം അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവില്ല. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഇതുപോലുള്ള QR കോഡ് സ്കാൻ ചെയ്തിട്ട് മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ 3 ഡോട്ട് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പേരിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു QR കോഡിൻ്റെ ചിഹ്നം കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 2 ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും, മൈ കോഡും അതുപോലെ തന്നെ സ്കാൻ കോഡും. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അവരുമായിട്ട് ചാറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സ്കാൻ കോഡ് എന്നുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ക്യാമറ ഓൺ ആയി വരും. ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യണം. അപ്പം ഞാൻ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാണ്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് അക്കൗണ്ട് ഫൗണ്ട് എന്ന് കാണിക്കും. അതിൻ്റെ താഴെ നമുക്ക് ആ ഒരു QR കോഡിലുള്ള നമ്പറും കാണാൻ കഴിയുന്നതായിരിക്കും. അതിൻ്റെ താഴെ ഓക്കെ ബട്ടൺ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു നമ്പർ നമുക്ക് നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ട് അവരുമായിട്ട് ചാറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു QR കോഡ് ഇതുപോലെ പുറത്തല്ല, നിങ്ങളുടെ തന്നെ ഫോണിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ താഴെ നമുക്ക് ഒരു ഗാലറിയുടെ ചിഹ്നം കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഗാലറിയിലോട്ട് പോകുന്നതായിരിക്കും. അതിൽ ഏത് QR കോഡാണോ നമുക്ക് സ്കാൻ ചെയ്യേണ്ടത് ആ ഒരു QR കോഡിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇപ്പം ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച പോലെ തന്നെ വാട്സപ്പ് അക്കൗണ്ട് ഫൗണ്ട് അതുപോലെ തന്നെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും. താഴെ ഓക്കെ ബട്ടൺ ഉണ്ടാവും. അപ്പം ഇങ്ങനെ നമുക്ക് ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് ആ ഒരു കോൺടാക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. എന്നിട്ട് ആ ഒരു കോൺടാക്റ്റുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.